ഹിന്ദുമതത്തിൽ സാർവത്രിക നിയമമായ കർമ്മം പഠിപ്പിക്കുന്നത് ഓരോ പ്രവൃത്തിക്കും അനന്തരഫലങ്ങളുണ്ടെന്നാണ്. ദേവന്മാർ പോലും ഈ നിയമത്തിൽ നിന്നും മുക്തരല്ല. ഭഗവാൻ വിഷ്ണു ശ്രീരാമനായി അവതാരമെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വനവാസകാലത്ത് അദ്ദേഹം കാട്ടിൽ അതുല്യമായ വരത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശക്തനായ യോദ്ധാവായ ബാലിയെ കണ്ടുമുട്ടി. അവനോട് യുദ്ധം ചെയ്യുന്ന ഏതൊരാൾക്കും പകുതി ശക്തി നഷ്ടപ്പെടും. ബാലിയെ പരാജയപ്പെടുത്താൻ ശ്രീരാമൻ ഒരു യുക്തിപരമായ രീതി തിരഞ്ഞെടുത്തു. നേരിട്ടുള്ള പോരാട്ടം ഒഴിവാക്കിക്കൊണ്ട് ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്ന് ബാലിയെ അമ്പെയ്തു. ബാലിയെ കൊല്ലാനുള്ള ഏക മാർഗമാണെങ്കിലും ഈ പ്രവൃത്തി കർമ്മ നിയമത്തിന്റെ ലംഘനമായി കണ്ടു. അതിന്റെ ഫലം അദ്ദേഹം പിന്നീട് അനുഭവിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണനായി തന്റെ അടുത്ത അവതാരത്തിൽ വിഷ്ണു കടം വീട്ടും. ബാലി ജാര എന്ന ഗോത്രവേട്ടക്കാരനായി പുനർജനിച്ചു. വിധിയാൽ ജാരൻ ശ്രീകൃഷ്ണൻ നേരെ അബദ്ധത്തിൽ ഒരു അമ്പ് എയ്തു അദ്ദേഹത്തെ മാരകമായി മുറിവേൽപ്പിച്ചു. ഇതോടെ കർമ്മചക്രത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തി ശ്രീകൃഷ്ണൻ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. ശ്രീരാമൻ ബാലിക്ക് ചെയ്തതിന് ശ്രീകൃഷ്ണൻ പ്രതിഫലം നൽകി. കർമ്മത്തിന്റെ പ്രപഞ്ച സന്തുലിതാവസ്ഥയിൽ നിന്ന് ദൈവത്തിനു പോലും രക്ഷപ്പെടാൻ കഴിയില്ല.